ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഓസ്കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നമ്മുടെ ആലുവയിലുള്ള മാലിക്കക്കട ഓസ്കാർ യൂസ്ഡ് കാർ ഷോറൂം നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല കിടിലൻ ഷോറൂമാണ്. നല്ല ക്ലീൻ പീസിൽ ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളി വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ, റെഡി ടു ലിഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ, നല്ല ക്ലീൻ ആക്കിയിട്ടേക്കണ A to Z പക്ക ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ ഓസ്കാർ ഇക്കാരടുത്ത് മാലിക്കക്കാരടുത്ത് ഉള്ളത്. അപ്പോൾ മച്ചാമാരെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം 2 മാസത്തിൽ കൂടുതലായി ഞാൻ വന്നിട്ട്. എനിക്ക് തിരക്കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. ഒരു 40 വണ്ടിയോളം ഏകദേശം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യണത്. മേളിൽ തന്നെ ഏകദേശം 20 വണ്ടി അത്രയായിട്ട് ഉണ്ട്. 2 ലക്ഷറി വണ്ടികളൊക്കെ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള മീഡിയം ക്വാളിറ്റി 2 ചെറുവണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. അപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കും കാണിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ടോപ്പിലുള്ള നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള എല്ലാ വാഹനങ്ങളും കാണിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ച് ലോ ബഡ്ജറ്റും അടിയിൽ ഒരുപാട് വാഹനങ്ങൾ ടോപ്പ് ക്വാളിറ്റിയിലുള്ള അടിയിലുണ്ട് ഒരുപാട്. അപ്പോൾ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, വാഹനം എടുക്കാൻ നിൽക്കുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ മാലിക്കക്കട ഓസ്കാർ യൂസ്ഡ് കാർ ഷോറൂം. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ആലുവ പറൂർക്കവല എന്ന് പറയും, എറണാകുളം ജില്ലയിൽ. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ തോട്ടക്കാട്ടിയുടെ സിഗ്നലാ. നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴാണ് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമുക്ക് NH47 ചേർന്ന് തന്നെയാണ് ഈ ഒരു ഷോറൂം. നമുക്ക് സിഗ്നലിനോട് ചേർന്ന് തന്നെ പറൂർക്കവല എന്ന് പറയും. ചേർന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഷോറൂം. ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. ഒരു ഫെഡറൽ ബാങ്ക് വലുതുണ്ട് സൈഡിൽ തന്നെ. അപ്പൊ നമുക്ക് സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കണ, നമുക്ക് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയാണ്, ഗ്യാങ് ബാങ്ക്. അപ്പൊ നമുക്ക് XUV 500. അപ്പൊ ഇത് കൊടുക്കാനുള്ള വണ്ടി തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഷോറൂമിന്റെ സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം. ഫസ്റ്റ് ആണ് നമുക്ക് ഒരു ലക്ഷറി വാഹനമായിട്ടുള്ള ലാൻഡ് റോവർ ഡിസ്കവറിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ 27F1001 ഒരു ഫാൻസി നമ്പറൊക്കെ അടങ്ങുന്ന നല്ല അടിപൊളി ഒരു ലക്ഷറി കാറാണ്. ഒരു XUV വാഹനമായിട്ടുള്ള ലാൻഡ് റോവർ ഡിസ്കവറി. അപ്പൊ ഈ ഒരു വാഹനം ഡീസൽ വാഹനം 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ മാത്രം കവർ ചെയ്തേക്കണ ഒരു ഒറിജിനൽ കേരള വാഹനമാണ്. നല്ലൊരു ഫാൻസി നമ്പറാണ്. A to Z പക്ക ക്വാളിറ്റിയിൽ ക്ലീൻ ആക്കി ഇട്ടേക്കണ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് മോഡലായിട്ടുള്ള ഒരു ഡിസ്കവറി ലാൻഡ് റോവർ. അപ്പൊ ലക്ഷറി കാർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. വാഹനം ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇന്റീരിയറൊക്കെ ഏറ്റവും ടോപ്പിന്റെ ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ ടയർ ഭാഗം എടുത്ത് പറയേണ്ട ടയർ കാര്യങ്ങളെല്ലാമാണ്. പുതുപുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു ലക്ഷറി XUV വാഹനം ലാൻഡ് റോവറിന്റെ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ ലാൻഡ് റോവർ. 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ചോദിക്കണ പ്രൈസ് 28,50,000 രൂപ. നല്ലൊരു നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാവും. ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വാഹനം A to Z ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും ക്ലീൻ എടുത്തിട്ട് പക്ക ക്ലീൻ, പുതിയ ടയർ, അതുപോലെ തന്നെ A to Z എല്ലാ കാര്യങ്ങളും ചെക്കിങ് സ്കാനിങ് എല്ലാം ചെയ്ത് ക്ലീൻ ആക്കിയിരുന്ന വണ്ടിയാണ്. നമുക്ക് എടുത്ത് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡിലെടുത്ത് പോവുകയാണ്. അതായത് നമുക്ക് ഇത്രയും വാഹനം തുറന്ന് കാണിച്ച് ഒരുപാട് ടൈം പോകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആവശ്യമുള്ള വാഹനങ്ങൾ കറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ കാര്യങ്ങൾ ലൊക്കേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്പീഡിലെടുത്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത ഒരു വണ്ടി, ഒരു i20 ആക്റ്റീവ് പെട്രോൾ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി തന്നെയാണ്. അപ്പൊ 2017 മോഡല് വാഹനമാണ്. ഏകദേശം കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ അടങ്ങുന്നുണ്ട്. നല്ല റെഡിഷ് ആയിട്ടുള്ള വണ്ടി. KL 40N45 നല്ല ഫാൻസി നമ്പറാണ്. പെരുമ്പാവൂര് രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പക്ക A to Z ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ഇന്റീരിയർ ആണ്. ഇതും ലോക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ലോക്ക് ചെയ്യുന്ന എന്താക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് പൊടി പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഫുൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ലോക്ക് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ തുറക്കുന്നില്ല. എല്ലാ വീഡിയോയിലും ഞാൻ തുറന്ന് കാണിക്കാറുണ്ട്. പക്ഷെ ഇത്രയും വീഡിയോ വണ്ടി ഉള്ളതുകൊണ്ട് വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുറന്നും കാണിക്കാത്തത്. A to Z ഇന്റീരിയർ ഭാഗമൊക്കെ എല്ലാവരും ക്ലീൻ ആക്കിയിട്ടേക്കണ പക്ക ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. ഇതൊരു പെട്രോൾ വാഹനമാണ്. ഫാൻസി നമ്പർ അടങ്ങുന്ന i20 ആക്റ്റീവ് പെട്രോൾ 1,00,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ചോദിക്കുന്ന പ്രൈസ് 5,35,000 രൂപയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. ഇതും ടോപ്പ് ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി
പെട്രോൾ വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു i20. ഇനിയിപ്പോൾ അടുത്തൊരു ടോപ്പ് ആൻഡ് മോഡലായിട്ടുള്ള ഒരു ബ്രിസ വന്നിട്ടുണ്ട്. ഡീസൽ വാഹനമാണ്, ഒരു മിനി XUV ZDI ആണ് വാഹനം വന്നത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയേക്കണ 2017 മോഡൽ വണ്ടി. KL 63 നമ്മുടെ എറണാകുളം അങ്കമാലി രജിസ്ട്രേഷൻ ആണ്. ഇതും 2020 എന്ന് പറഞ്ഞൊരു ഫാൻസി നമ്പർ അടങ്ങുന്ന വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ഇത് ഓൾറെഡി തുറന്നിട്ടേക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി ഒന്ന് നോക്കിയതാണ്. ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് ഇതിൻ്റെ ഒന്ന് ഞാൻ സ്പീഡിൽ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഇന്റീരിയർ ആണ്. ഏകദേശം എല്ലാ വാഹനങ്ങളും ഇതേപോലെ ടോപ്പ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടാവുള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച്, അതുപോലെ തന്നെ ഡാഷ്ബോർഡ് എല്ലാം A to Z ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കണ്ടോ. സെക്കൻഡ് ഓണർ ബ്രിസ. അപ്പോൾ ചില വാഹനങ്ങളിൽ വന്നേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ചിലതിനകത്ത് ഓൾറെഡി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടാവും. റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു ടോപ്പ് എൻഡ് വണ്ടി. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ടയറെല്ലാം പുതിയതായിരിക്കുള്ളൂ. പിന്നെ അലോയൊക്കെ പക്ക ക്വാളിറ്റിയുള്ള അലോയാണ്. ഈ ഒരു ബ്രിസയുടെ പ്രൈസ് വയ്ക്കുന്നത് 6,95,000 രൂപയാണ്. ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ്. പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇതിപ്പോൾ അടുത്ത ഒരു വെൻഡോ ഹൈലൈൻ കിടപ്പുണ്ട്. 2015 മോഡൽ, സെക്കൻഡ് ഓണർ, 1,00,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. ഫാൻസി നമ്പർ എന്ന് പറയാൻ പറ്റും 1889 L7 വാഹനമാണ്. ഇതും A to Z പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ്. ഏറ്റവും ടോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇതും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ പക്ക വൈറ്റിഷ് ആയിട്ടുള്ള ക്ലീൻ പീസ് ഇന്റീരിയർ ആണ്. ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്, സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി. ഇത് നല്ലൊരു സെഡാൻ കാർ, ഡീസൽ സെഡാൻ കാർ, മൈലേജ് ഒക്കെ ഉള്ള ഡീസൽ സെഡാൻ വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് 5,00,000 രൂപയാണ്. 2015 വണ്ടി, സെക്കൻഡ് ഓണർ, 1,08,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സെഡാൻ കാറിന് നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഒരു i20 ഇവിടെ കിടപ്പുണ്ട്. i20 ബ്ലൂ. ഇതും ഒരു വെറൈറ്റി തീം കളറാണ്. ഇത് ഇറായാണ്, ഇറ പ്ലസ് 2019 CRDI എഞ്ചിനാണ് i20. ഇതിന്റെ കളറാണ് ഏറ്റവും അട്രാക്ഷൻ. പറൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്, 7009. ഇതും നല്ലൊരു ഫാൻസി നമ്പർ പോലത്തെ ഒരു നമ്പറാണ്. ഇതിന്റെ കളറ് ഒരു രക്ഷയില്ലാത്തൊരു അട്രാക്ഷൻ കളറാണ് കേട്ടോ, ബ്ലൂ. അതുപോലെ തന്നെ ടയർ ഭാഗം 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ടയറാണ്. 69,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മുടെ ഒരു i20. റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അലോയല്ല, ഡ്രം വീലുകളാണ്. ടയർ കണ്ട പക്ക ക്വാളിറ്റിയിലെ ടയറാണ്. കണ്ട ഒന്ന് പൊടി ഒന്ന് പുറത്തായതുകൊണ്ട് പൊടിയൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷിങ്, എല്ലാ വാഹനവും വാഷ് ചെയ്യാറുണ്ട്. A to Z പക്ക ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ പ്രൈസ് വെക്കണം 6,25,000. ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ്. അതുപോലെ തന്നെ സീറ്റിംഗ് എല്ലാം ക്വാളിറ്റിയും പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് പവർ വിൻഡോസ് ആണ്. ബാക്ക് മാനുവലാണ് വാഹനം അടങ്ങുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി i20 ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പജീറോ പറയാം, ഒരു ബ്രിസയും ഇവിടെ കിടപ്പുണ്ട്. മാരുതി ബ്രിസ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ബ്രിസയൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് വാഹനം. A to Z പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. ഇത് ലോക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം, അതായത് ഒരു ഡീസൽ വാഹനം, ഒരു മിനി XUV മാരുതി നല്ല ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതും A to Z ക്ലീൻ. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ അട്രാക്ഷൻ കളറാണ്. നല്ലൊരു പക്ക ക്വാളിറ്റിയുള്ള കളറാണ്. 2018 മോഡൽ ZDI ഓട്ടോമാറ്റിക് വാഹനം, സെക്കൻഡ് ഓണർ, 91,000 കിലോമീറ്റർ മാത്രം കവർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ പക്ക ക്വാളിറ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബാക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നേരെ ബ്രിസ എടുത്തോളൂ. 8,85,000 പ്രൈസ് ചോദിക്കുന്നത്. ക്വാളിറ്റിയിൽ പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യമൊന്നും അടങ്ങുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ എടുത്തോളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു നിസാൻ കിടപ്പുണ്ട്. നിസാൻ സണ്ണി. നമുക്ക് അറിയാം, ചിലവർ ഇവിടെ ഉപയോഗിക്കാൻ ഇത്തിരി മടി കാണിക്കും. എന്നിരുന്നാലും പുറം രാജ്യത്തൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നിൽക്കുന്ന വണ്ടിയാണ് നിസാൻ സണ്ണി. ബോഡി ക്വാളിറ്റിയും എൻജിൻ പവറും പെർഫോമൻസും എല്ലാം യാത്രാസുഖമുള്ള നല്ലൊരു വണ്ടിയാണ്. നല്ലൊരു അലോയി, പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡീസൽ വാഹനം 2012 മോഡലായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ക്വാളിറ്റിയിലൊരു കുറവും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ് ഇതും. അപ്പോൾ ഇത് തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ്, ഒരു നിസാൻ സണ്ണി. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്.
കുഴപ്പമില്ലാത്ത ഇന്റീരിയറൊക്കെ തന്നെ, ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. അപ്പൊ റോട്ടിന് നേരെയുള്ള പൊടിയടക്കം അടിച്ച് കയറുന്നതുകൊണ്ടാണ് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കണത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആർക്കെങ്കിലും ഫുള്ളായിട്ട് ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യുക, കോൾ ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഒരു ആക്സെന്റ് കിടപ്പുണ്ട്, ഒരു പഴയ മോഡൽ. ഇതും ടോപ്പ് ക്വാളിറ്റിയിലെ നല്ല അടിപൊളി ഹുണ്ടായുടെ വണ്ടിയാണ്, ഒരു സെഡാൻ കാറാണ്. ഹുണ്ടായുടെ സെഡാൻ കാർ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വെർണ 1.6 XS കിടപ്പുണ്ട്. ആലുവ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഏറ്റവും സൈഡ് ഇതും ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വന്നേ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഇനിയിപ്പോൾ ഒരു പജീറോ ഞാൻ ഒരു സിംഗിൾ വീഡിയോ എനിക്ക് വന്ന നമ്മുടെ ഷോപ്പിൽ വന്ന ഒരു പജീറോ ഞാൻ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പോവ് ചെയ്ത് കേട്ടോ പജീറോ. അപ്പൊ ഇത് അടുത്ത ഒരു ഇവിടെ ഓസ്കാർ കിടക്കണ ഒരു പജീറോ. കളർ വന്നത് ബ്ലാക്ക് ആണ്, പക്ഷെ ബ്ലൂ ആയിട്ട് ഏകദേശം സാമ്യം തോന്നും. ഇത് ബ്ലാക്ക് ടു വൈറ്റ് ആണ് പജീറോ. 2006 മോഡൽ വണ്ടി, തേർഡ് ഓണർഷിപ്പ്, KL 39 രജിസ്ട്രേഷൻ, തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ വന്ന ഏറ്റവും സെറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ്. 4 വലിയ ടയർ, പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ല ഇന്റീരിയറൊക്കെ തന്നെയാണ്. റൂഫ് ടോപ്പൊക്കെ അത്യാവശ്യം കുഴപ്പം നല്ല ക്ലീൻ ആണ്. ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4x4 ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട്. A to Z AC പവർ സ്റ്റീരിയോ, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു 7 സീറ്റർ ഒരു മോഹ വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു പജീറോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പക്ക ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ടയറും നമ്മൾ എടുത്തു പറഞ്ഞ ടയർ കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം 85-75% ടയർ കാര്യങ്ങളുണ്ട്. വലിയ ടയറാണ്, ഒരുപാട് പുറത്തേക്ക് ചാടിക്കണമെന്നില്ല, ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ടയറാണ്. അപ്പോൾ ഒരു പജീറോയുടെ പ്രൈസ് വയ്ക്കുന്നത് 6,25,000 രൂപയാണ്. ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു പജീറോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വണ്ടിയാണ് അൾട്രാസ്. 2022 മോഡല്, നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള അൾട്രാസ് ആണ്. വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പിന്റെ മോഡല്, ടർബോ ആണ് വാഹനം. അപ്പോൾ ഇത് റെയർ പീസ് വാഹനമാണ്, പവർ പെർഫോമൻസ് കൂടുതൽ ഉള്ളൊരു വണ്ടിയാണ്. ടർബോ ഇതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡും ഉണ്ട്. ഫാൻസി നമ്പറാണ് 45V4555. 2021 മോഡല്, 40,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പ്രൈസ് വെക്കുന്നത് 7,25,000. ഡാർക്കിഷ് ആയിട്ടുള്ള തീമാണ് കേട്ടോ. ഇതും ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ്. A to Z പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി. ടർബോ കണ്ട, ടർബോ ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ടാറ്റ അൾട്രാസ്. ക്വാളിറ്റിയിലും പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഈസിയായിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ. അലോയൊക്കെ ഫുൾ ബ്ലാക്ക് അടിച്ചേക്കണ, ഫുൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഒരു തീം വന്നേക്കണത്. ടർബോ ഇതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്വാളിറ്റിയും പവറും പെർഫോമൻസും ഉള്ള അടിപൊളി ടാറ്റയുടെ വാഹനമാണ്. ഇനിയിപ്പോൾ അടുത്തത് ഒരു റീ രജിസ്ട്രേഷൻ ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 11 മോഡൽ 12 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞ്. A to Z ഇതും പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വാഹനമാണ്, ഇത് ലോക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. നല്ലൊരു അടിപൊളി 7 സീറ്റർ ടൊയോട്ട ഫോർച്യൂണർ റീ വണ്ടി ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 3.0 ആണ് മാനുവലി. അപ്പോൾ ഒരു ഡീസൽ വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫോർച്യൂണർ. ചോദിക്കുന്ന പ്രൈസ് 8,80,000 രൂപ വിത്ത് NOC ആണ് കേട്ടോ. ഈ ഒരു UK രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഫോർച്യൂണർ. അപ്പോൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഇവിടെ പൊതുവെ കുറവായിരിക്കും. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ സെയിൽ എടുക്കാറുണ്ട്. ഇപ്പം അടുത്തൊരു റീ വണ്ടിയാണ് ലക്ഷറി കാറായിട്ടുള്ള BMW. ഇതും A to Z ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം. ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു ഇന്റീരിയറൊക്കെ തന്നെയാണ് കേട്ടോ BMW. ഇതിൻ്റെ കളർ ഒരു വെറൈറ്റി അട്രാക്ഷൻ കളർ തന്നെയാണ്. 3 സീരീസ് ആണ്. 2013 മോഡൽ തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് 9,00,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതും A to Z പക്ക പുതിയ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ലൊരു അടിപൊളി സെഡാൻ കാർ റീ രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് വന്നതാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഇപ്പോൾ മഴയുടെ ഒരു സീൻ വന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് എടുത്ത് പോവാം. ഇപ്പോൾ അടുത്ത ഒരു സ്കോഡ ഒക്ടാവിയ പഴയ മോഡൽ വണ്ടിയാണ്. ഇത് 2,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊരു സ്കോഡ. പ്രൈസ് വെക്കുന്നത് 250 ആണ്. 2009 മോഡൽ. വേറെ ഹൈലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. KL 7 വാഹനം. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പോൾ അതൊരു ഇയോൺ, ഏറ്റവും ടോപ്പിന്റെ മോഡലുള്ള ഒരു ഇയോൺ സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2016 മോഡൽ വണ്ടി. 2,50,000 പ്രൈസാണ് ചോദിക്കുന്നത്.
ഇതും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ ഫൈനാൻസ് കയറുന്ന വണ്ടിയാണ് ഇയോൺ. ഇയോണൊക്കെ ഉണ്ടാകുന്ന ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളർ മാഗിന ഏറ്റവും ടോപ്പ് എൻ്റെ മോഡലായിട്ടുള്ള ഒരു വണ്ടി ഇയോൺ ഇവിടെ കിടപ്പുണ്ട്. നേരെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നമ്മുടെ XUV500 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന വണ്ടിയാണിത്. ഇപ്പം ഇത് നമ്മുടെ XUV500 കൊടുക്കാനുള്ള വണ്ടി. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. 2015-16 മോഡൽ, തേർഡ് ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 8 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. ഫൈനാൻസ് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഒക്കെ താല്പര്യം നേരെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു വാഹനം കൂടി ഇവിടെ കാണിക്കാനുണ്ട്. നമ്മുടെ മുൻനിരയില ഒരു സ്കോഡ ഇപ്പോൾ വന്ന് കയറ്റിയ ഒരു സ്കോഡ വന്ന് കിടപ്പുണ്ട്. സ്കോഡ 2019 സെക്കൻഡ് ഓണർഷിപ്പിലെ ഒരു വണ്ടി. 7,48,000 പ്രൈസ് ചോദിക്കുന്നത്. ഒരു 63,000 കിലോമീറ്റർ മാത്രം ഓടിക്കഴിഞ്ഞാൽ ഒരു സ്കോഡ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ടോപ്പ് ക്വാളിറ്റിയിലുള്ള നല്ല പക്ക ക്വാളിറ്റിയിലുള്ള ഒരു സെഡാൻ കാറാണ് നമ്മുടെ ഈ ഒരു സ്കോഡ റാപ്പിഡ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ. ഇതും A to Z പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം ഒരു ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക് വാഹനമാണ്. സ്പെഷ്യലി എടുത്തു പറയേണ്ടത് VXI, അതായത് CNG കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു CNG പെട്രോൾ വാഹനം, അതായത് നല്ല രീതിയിൽ മൈലേജും കൂടി തരുന്നൊരു വണ്ടിയാണ്. L3 2100, നല്ലൊരു ഫാൻസി നമ്പർ ഉണ്ട്. സിൽവർ കളറായിട്ടുള്ള നല്ലൊരു അടിപൊളി സെഡാൻ കാറാണ്. ഈ ഒരു ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയാണ്. ടയർ ഭാഗമൊക്കെ നല്ല പുതുപുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള സെക്കൻഡ് വേരിയന്റ് VXI പെട്രോൾ വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സെഡാൻ കാർ ആണ് നമ്മുടെ ഒരു. ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്ന 6,80,000 രൂപ. അപ്പോൾ 2018 മോഡൽ, സെക്കൻഡ് ഓണർ, 42,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ 4 ടയറും പുത്തൻ ടയർ ഇട്ടിട്ട് നമ്മൾ ഓടിച്ചിട്ടില്ല. 1 കിലോമീറ്റർ പോലും ഏകദേശം ഓടിയുണ്ടാവില്ല. മാറി നേരെ കൊണ്ടുവന്ന് അത്രയും പക്ക പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല ടോപ്പ് ക്വാളിറ്റിയിലെ അടിപൊളി ഒരു ബ്രിസ ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ നേരെ ബ്രിസ അല്ല, ഡിസയർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നേരെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഇതും നല്ല അടിപൊളി സെഡാൻ കാറാണ്. VXI ആണ്, പെട്രോൾ വണ്ടി, CNG ആഡ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നല്ല രീതിയിൽ ഫൈനാൻസും കയറും. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ വന്ന് മറിഞ്ഞ് പോകുന്ന നല്ലൊരു ഷോറൂമാണ് നമ്മുടെ മാലിക്കിക്കാട ഷോറൂം ആലുവയിലുള്ളത്. അപ്പോൾ ഉച്ചക്ക് തുടങ്ങിയ ഒരു വീഡിയോ പിടുത്തം ഏകദേശം ഒരു 4 മണിയായപ്പോൾ തന്നെ മഴയുടെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ അടിയിലേക്ക് കിടക്കുന്ന കുറച്ച് വാഹനങ്ങൾ ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു ദിവസങ്ങളിലായിട്ട് അടി കിടക്കുന്ന ഫുൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് വരും കേട്ടോ. ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ക്വാളിറ്റിയിലുള്ള നല്ല അത്യാവശ്യം ഒരു 20 വാഹനത്തോളം ഇവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം അത് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ കറണ്ടൊക്കെ പോയി ഫുൾ സീൻ ഏകദേശം ക്രൗഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മേളിൽ നിരയിലുള്ള വാഹനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ദിവസം താഴത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അബ്ജോസ് വേൾഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ 2ാമത്തെ വീഡിയോ വാഹനങ്ങളെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.